അഭിനന്ദ് പറയൂ, മൃതദേഹം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി സംസ്കാരം അധികം വൈകാതെ ഉണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഔദ്യോഗിക ബഹുമതികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ മൃതദേഹം ശ്മശാനത്തേക്ക്, ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് ഇപ്പോൾ മൃതദേഹം നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് ഈ ആംബുലൻസിനടുത്തേക്കും ഇടിച്ചു കയറി എത്തുന്നുണ്ട്. കാര്യം അത്രമാത്രം ആളുകളാണ് രാവിലെ മുതൽ ഈ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഈ നീരാഞ്ജനത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. അവിടെ കാണാൻ സാധിക്കാത്ത ആളുകൾ പോലും ഇവിടേക്ക് എത്തിയിരുന്നു. വിവിധ ഭാഗങ്ങൾ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അദ്ദേഹത്തിനെ അറിയാത്ത ആളുകൾ പോലും ഇവിടേക്ക് സന്തോഷത്തോടുകൂടി ഈ ആംബുലൻസ് കടന്നു പോകാൻ പോകുന്ന ഈ വഴികളിലൂടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വളരെ സന്തോഷത്തോടുകൂടിയിട്ട് കാശ്മീരിൽ തന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തുന്നവരുടെ തിരക്ക് നമുക്കവിടെ ദൃശ്യമാകുന്നുണ്ട്. നേരത്തെ പോലീസ് ആദരം നൽകി ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങ് നടത്തണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമാണ്. കൂടാതെ മതപരമായ ചടങ്ങുകളുണ്ടായിരുന്നു, ബന്ധുക്കൾ ചെയ്ത ചില ചടങ്ങുകളുണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാണ് ഇപ്പോൾ ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങ് നടക്കും. അങ്ങനെ നാടിൻ്റെ വേദനയായി, നൊമ്പരമായി മാറിയ എൻ രാമചന്ദ്രന് നാട് അന്ത്യയാത്രാമൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് മൃതദേഹം എത്തിച്ച സമയം മുതൽ തന്നെ വലിയൊരു ഒഴുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടു. അതിനുശേഷം പ്രതീക്ഷിച്ചതിലുമൊക്കെ വൈകിയാണ് വസതിയിലേക്ക്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നീരാഞ്ജനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെയും ഒട്ടേറെ പേർ അദ്ദേഹത്തിനെ അവസാനമായി കാണാനായി എത്തിയിരുന്നു. ഇപ്പോഴാണ് ആ ചടങ്ങുകളെല്ലാം അവസാനിച്ചത്. പോലീസിൻ്റെ ആദരം നൽകുന്ന ചടങ്ങ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് ഉണ്ട്. അദ്ദേഹം മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കൂടാതെ ഹൈബി ഈഡൻ എം പി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അൻവർ സാദത്ത് MLA, കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ അവരെല്ലാവരും ഈ ചടങ്ങുകളിൽ അവസാനം വരെ പങ്കാളികളായി അവിടെ ഉണ്ടായിരുന്നു. ആംബുലൻസ് ഇപ്പോൾ ശ്മശാനത്തിലേക്ക് പോവുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം ഉണ്ടാകും. ശ്യാംകുമാർ ഇടപ്പള്ളി ശ്മശാനത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇപ്പോൾ വസതിയിൽ നിന്ന് മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പുറപ്പെടുകയാണ്. അത് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 12:30 നടക്കുമെന്ന് പറഞ്ഞ സംസ്കാര ചടങ്ങുകൾ അല്പം വൈകി. ഇപ്പോൾ എന്താണ് അവിടെ എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ടല്ലോ അല്ലേ? അനുജ, ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞു. നേരത്തെ തന്നെ ഈ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകുമെന്ന് അറിയിച്ചതോടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തും അതിൻ്റേതായ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇവിടെ കാണാം, നേരത്തെ രാവിലെ നമ്മൾ ചങ്ങമ്പുഴ പാർക്കിലൊക്കെ വരുമ്പോൾ കണ്ട പോലെ തന്നെ ആളുകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. കൂടുതൽ ആളുകളും വീട്ടിൽ നിന്ന് ആ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ടുള്ള വിലാപയാത്രയോടൊപ്പം ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് മൃതദേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി മതപരമായ ചില ചടങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെ, രാമേന്ദ്രൻ്റെ പരിചയമുള്ളവരും ബന്ധുക്കളും അടക്കമുള്ള നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വിലാപയാത്രയോടൊപ്പം വലിയൊരു ആൾക്കൂട്ടം കൂടി ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആംബുലൻസിന് ഇങ്ങോട്ടെത്താനായി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആംബുലൻസിന് ഇങ്ങോട്ട് എത്താനായി അവശേഷിക്കുന്നത്. അത് പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പോലീസ് എസ്കോർട്ടോടു കൂടിയാവും ആംബുലൻസും പുറപ്പെടുക. ഏതായാലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മന്ത്രി പി രാജീവ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മേയറും മന്ത്രിയുമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനാലാണ് മന്ത്രിയും മേയറും അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിയിരുന്നത്. ഇനി ഇതിനുശേഷം അനുസ്മരണ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. ഏതായാലും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആംബുലൻസ് വിലാപയാത്രയായി ഓരോ വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ പോലീസ് നൽകുകയും ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് എത്തുന്നത്. ഇവിടെ വെച്ചും പോലീസ് ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകും, അത് ഗൺ സല്യൂട്ട് നൽകും. അതിനുശേഷമായിരിക്കും മൃതദേഹം ചിതയിലേക്ക് മാറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള ആംഡ് പോലീസിലെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങോട്ട് എത്തുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. നിലവിൽ സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആ സംഘം, പോലീസ് സംഘം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇവിടെ വെച്ചാണ് യഥാർത്ഥം നടത്തുന്നത്. അതെ, അവിടെ ഒരു ചെറിയ പാർട്ട് മാത്രമേ ഉള്ളൂ. ഓർഡർ ഇവിടെ ഈ ഗാർഡ് ഓഫ് ഓണർ ഫ്യൂണറൽ. അതെ, സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറാണ് നമ്മളോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വെച്ചാണ് പോലീസിന്റെ ഔദ്യോഗിക ബഹുമതി അർപ്പിക്കുക, ഗാർഡ് ഓഫ് ഓണർ നൽകുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ആ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ആ ചടങ്ങുകൾ നടക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ എവിടെ വെച്ച് ആ ക്രമീകരണങ്ങൾ നൽകണമെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ നോക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം രാമേന്ദ്രൻ്റെ മൃതദേഹവുമായിട്ടുള്ള വിലാപയാത്ര അത് ഇങ്ങോട്ടെത്തും. അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കും. പിന്നീട് ചിതയിലേക്ക് മൃതദേഹം എടുക്കും. ഏതായാലും അല്പസമയം മാത്രമാണ് ഈ ചടങ്ങുകൾക്കൊക്കെ ഇനി അവശേഷിക്കുന്നത്. രാവിലെയും ഇതേ സമാനമായ സാഹചര്യം, വലിയ ജനക്കൂട്ടം അവിടെ എത്തുകയും പൊതുദർശനം നീളുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലും ആളുകൾ എത്തണ്ട എന്ന് പറഞ്ഞിട്ടും കൂടുതൽ ആളുകൾ വീട്ടിലേക്ക് എത്തുകയും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടെയാണ് 12:30 എന്ന നിശ്ചയിച്ച സമയം ഇപ്പോൾ നീണ്ട് ഏകദേശം 1 മണിയോട് അടുക്കുന്നത്. ഇനി ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകും. കളക്ടർ എത്തിയിട്ടുണ്ട്, മന്ത്രി പി രാജീവ് ഉണ്ട്, കൊച്ചി മേയറുണ്ട്, കൊച്ചി MP ഉണ്ട്, ആലുവ MLA അൻവർ സാദത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാമേന്ദ്രന് വലിയൊരു വിടവാങ്ങലാണ് ഇവരെല്ലാവരും ചേർന്ന്, ഈ സമൂഹമാകെ ചേർന്ന് നൽകുന്നത്. അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചേരും. മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മന്ത്രിയും മേയറും ഉൾപ്പെടെയുള്ളവർ, പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ശ്മശാനത്തിൽ എത്തിക്കഴിഞ്ഞു. പോലീസ് വീട്ടിലൊരു ആദരം നൽകി. കൂടാതെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ, ആ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ശ്മശാനത്തിലാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകുക എന്ന ചടങ്ങ് അത് കൂടി ഉണ്ടാകും ഇവിടെ. അതിനുശേഷം സംസ്കാരം നടക്കും. ഇപ്പോൾ ആ ആംബുലൻസ്, മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയും കാത്തുനിൽപ്പുണ്ട് ആളുകൾ എൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. നേരത്തെ വസതിയിലേക്കൊക്കെ ഒട്ടേറെ പേർ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കൂടാതെ ചങ്ങമ്പുഴ പാർക്കിലും അതുപോലെ തന്നെ ധാരാളം പേർ എൻ രാമചന്ദ്രനെ അവസാനമായി കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് എത്തുകയാണ്. ശ്യാംകുമാർ ശ്മശാനത്തിൽ തുടരുന്നുണ്ട്. ശ്യാംകുമാർ, മതപരമായ ചടങ്ങുകൾ ഇനി ശ്മശാനത്തിൽ ഉണ്ടാകുമോ? പോലീസിന്റെ ആദരം വസതിയിൽ നൽകിയിരുന്നു. പക്ഷേ അത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ, ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകുന്നത് ശ്മശാനത്തിൽ വെച്ചായിരിക്കും എന്നാണ് നേരത്തെ നമ്മളോട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്.